വിശ്വപ്രസിദ്ധ കവി രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. ഗീതാഞ്ജലി. അലങ്കാരങ്ങൾ അറിയാത്ത, അവ ധരിക്കുകയും ചെയ്യാത്ത ഒരു പാട്ടുകാരനായാണ് ഗീതാഞ്ജലി 7-ാം അധ്യായത്തിൽ ടാഗോർ സ്വയം പരിചയപ്പെടുത്തുന്നത്. ആഡംബരങ്ങളില്ലാത്ത ദരിദ്രമായ ഈ അവസ്ഥ തന്നെയാണ് തനിക്ക് ഹിതവും പ്രിയപ്പെട്ടതും. കാരണം അലങ്കാരങ്ങൾ ഒരുവനെ ഉത്കൃഷ്ടനാക്കുന്നില്ലെന്നു മാത്രമല്ല, ദൈവവും മനുഷ്യനുമായുള്ള അവന്റെ യോഗാവസ്ഥയെ അത് തകർക്കുകയും ചെയ്യുന്നു. കവിതയെയും മനുഷ്യജീവിതത്തെയും കുറിച്ചുള്ള നൂതനവും വിപ്ലവകരവുമായ ഒരു നിലപാടാണ് ടാഗോർ ഈ വരികളിലൂടെ ഉന്നയിക്കുന്നത്. കൃത്രിമമായ അലങ്കാരങ്ങൾ ധരിച്ചുള്ള ബാഹ്യശോഭയല്ല, സ്നേഹം, ദയ, പരസ്പര വിശ്വാസം തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ ഉള്ളിൽ വഹിക്കുന്ന ആന്തരശോഭയാണ് കവിതയുടെയായാലും മനുഷ്യരുടെയായാലും യഥാർത്ഥ ഭൂഷണമെന്ന നിലപാടാണ് കവിക്കുള്ളത്. നാഥ, നിന്നോട് ചേർത്താലോചിച്ചാൽ അതിനിസ്സാരനാണ് ഞാനെങ്കിലും നിന്റെ പാദപാംസുക്കളോട് ചേർന്നിരിക്കുന്ന ഒരു ബിന്ദുവായി എന്നെയും പരിഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ആഭൂഷകളില്ലാത്തൊരു പാട്ടു ഞാനെങ്കിലും ഹിതമേതുമേ എനിക്കിതു താനല്ലയോ. ആഭൂഷകളില്ലാത്തൊരു പാട്ടു ഞാനെങ്കിലും ഹിതമേതുമേ എനിക്കിതു താനല്ലയോ. ആഭൂഷകൾ ഹനിക്കുമല്ലോ നാഥ, നീയുമീ ഞാനുമായുള്ള മഹൽ ചേർച്ചയെ നിശ്ചയം. ഉടയുന്നു ഗായക ഗർവമെനിക്കു നിൻ സ്മരണയാൽ. ഉടയുന്നു ഗായക ഗർവമെനിക്കു നിൻ സ്മരണയാൽ. അതിനിസ്സാരനീ ഞാൻ എങ്കിലും ചേർക്കേണമെന്നെയും നീ നിൻ പാദപാംസുവിലൊരു ബിന്ദുവായി മഹാശയ.